ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഗ്രാമർ ടിപ്പാണ് പഠിക്കാൻ പോകുന്നത്. രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഇൻട്രസ്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഈ രണ്ട് വാക്കുകളും തമ്മിൽ എന്താണ് ഡിഫറൻസ്, ഏത് സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ രണ്ട് വാക്കുകളും കാണുമ്പോൾ ഒന്നിൽ ഇൻട്രസ്റ്റഡ് ED ആണ് ചേർത്തിരിക്കുന്നത്, ഇൻട്രസ്റ്റ് എന്ന വാക്കിനോട് കൂടി ചേർത്ത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ING ഫോമാണ് ഇൻട്രസ്റ്റ് എന്ന വാക്കിനോട് കൂടി ചേർത്തിരിക്കുന്നത്. ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദ ഗേൾ ഈസ് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഷീ ഈസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നതും ഷീ ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഷീ ഈസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കത് നോക്കാം. ഷീ ഈസ് ഇൻട്രസ്റ്റഡ്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ അവളുടെ ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്, അവളെ പറ്റിയാണ് പറയുന്നത്. അവൾ ഇൻട്രസ്റ്റഡ് ആണ്, അവൾ ഹാപ്പി ആണ്, അവൾ സിക്കാണ്, അവൾ സാഡാണ്, അവൾ ബ്യൂട്ടിഫുള്ളാണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവളുടെ ഒരു അവസ്ഥയാണ് അത്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ടു ഡൂ സംതിങ് എന്നാണ് അതിനർത്ഥം. അവൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ വല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇൻട്രസ്റ്റ് അവളുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അവളിപ്പോൾ. ഷീ ഈസ് ഇൻട്രസ്റ്റഡ്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ്. അവൾ ഡാൻസ് ചെയ്യാൻ അവൾ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ടു ബൈ ദാറ്റ് സാരി. ആ സാരി വാങ്ങാൻ അവൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കുകയാണ്. അത് ഒരു നൗൺ നമുക്ക് ഉപയോഗിക്കാം. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് സാരി. സാരി എന്നുപയോഗിച്ചു. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് ദാറ്റ് സാരി, അങ്ങനെയും നമുക്ക് പറയാം. ഒരു വേർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ING ഫോം ചേർത്തിട്ട് ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ്, ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്, ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പിക്ചർ. ആ പിക്ചറിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ആണ്, അവൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അതൊരവസ്ഥയാണ്. മനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവൾ. അതാണ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് എന്നത് ഒരു വേർബിൻ്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇത് ഈ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന വേറെയും വേർബ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ V3 അഡ്ജക്റ്റീവ് ആണത്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ്. ഇപ്പോൾ ദ ചെയർ ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ആ ചെയറിൻ്റെ ഒരവസ്ഥയാണ്, ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണത്. ആ ചെയർ പൊട്ടിയ അവസ്ഥയിലാണ്. ചെയർ ഈസ് ബ്രോക്കൺ. ഡിസ്ട്രോയിഡ് പേപ്പർ, ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട അവസ്ഥയിലുള്ള ഒരു പേപ്പർ. ആ പേപ്പറിൻ്റെ അവസ്ഥ അതാണ്, ഡിസ്ട്രോയിഡ് പേപ്പർ. ബോയിൽഡ് വാട്ടർ, വെള്ളം തിളപ്പിച്ച അവസ്ഥയിലാണ്. ബോയിൽഡ് വാട്ടർ, തിളപ്പിക്കുക എന്ന ഒരു പ്രവൃത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് ആ ഗേളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതവിടെ അഡ്ജക്റ്റീവായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഷീ സബ്ജക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ദി ഈസ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഐ ആം ഇൻട്രസ്റ്റഡ്, ഹീ ഈസ് ഇൻട്രസ്റ്റഡ്, യു ആർ ഇൻട്രസ്റ്റഡ്, വി ആർ ഇൻട്രസ്റ്റഡ്, ദേ ആർ ഇൻട്രസ്റ്റഡ്, ദാറ്റ് ബോയ് ഈസ് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ്, വേർ ഒക്കെ ഉപയോഗിക്കാം. I was interested, he was interested, she was interested, my friend was interested. പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ they were interested, we were interested, my cousins were interested, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് am, is, are, was, were, പിന്നെ ഇൻട്രസ്റ്റഡ്. അപ്പോൾ അഡ്ജക്റ്റീവാണ് അത് എന്ന് ഓർക്കുക. ദ ഗേൾ ഈസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ അത് ഒരു അഡ്ജക്റ്റീവ് ഫോമാണ്. ഇൻട്രസ്റ്റഡ് എന്ന വാക്ക് ആ സെൻറ്റൻസിൽ ആ ഗേളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് ടു ദാറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ആ ഗേളിനോട് സംസാരിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ്. ഐ ആം ഇൻട്രസ്റ്റഡ്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഐ ആം ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടു ദാറ്റ് ഗേൾ. ഇൻട്രസ്റ്റഡ് ടു ഉപയോഗിക്കാം, അതുപോലെ ഇൻട്രസ്റ്റഡ് ഇൻ നമുക്ക് ഉപയോഗിക്കാം. ഇൻട്രസ്റ്റഡ് ഇൻ കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ജെറൻഡ് ഫോമാണ്. ഒരു വേർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് ടു ദാറ്റ് ഗേൾ, ഐ ആം ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടു ദാറ്റ് ഗേൾ.
അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. ഐ ആം ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടു ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ഗേൾ. ഇവിടെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഐ എന്ന ഒരു പ്രോനൗണിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഐ ആം ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടു ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ഗേൾ. ഇൻട്രസ്റ്റിംഗ് എന്ന വാക്ക് ഗേളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി. ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി വാച്ച് ചെയ്യുന്നതിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഐ ആം ഇൻട്രസ്റ്റഡ്, അത് എൻ്റെ ഒരു ക്വാളിറ്റിയാണ്, എൻ്റെ ഒരു അവസ്ഥയാണ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ. ഇൻ വാച്ചിങ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി, അവിടെ ഇൻട്രസ്റ്റിംഗ് എന്ന വാക്ക് മൂവി എന്ന വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ടു വാച്ച് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി എന്നും പറയാം. അവിടെ ടു വാച്ച് എന്ന് ഉപയോഗിച്ചത് ടു എന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് വാച്ച് ഉപയോഗിച്ചത്. ഇൻ ആണ് ഉപയോഗിച്ചതെങ്കിൽ വാച്ചിങ് എന്ന് ഉപയോഗിക്കണം. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ടു റീഡ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ്, ഷീ എന്ന വാക്കിനെ ഇൻട്രസ്റ്റഡ് എന്ന വാക്കാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് എന്നത് അഡ്ജക്റ്റീവാണ്, അത് ഷീ എന്ന പ്രോനൗണിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ടു റീഡ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഇൻട്രസ്റ്റിംഗ് എന്ന വാക്ക് ബുക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്ന വാക്കും ഇൻട്രസ്റ്റഡ് എന്ന വാക്കും അഡ്ജക്റ്റീവ്സ് ആണ്. ഇൻട്രസ്റ്റഡ് എന്ന വാക്ക് ഒരു V3 അഡ്ജക്റ്റീവാണ്, ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. ഇൻട്രസ്റ്റിംഗ് എന്ന വാക്ക് അതും അഡ്ജക്റ്റീവ് തന്നെ, അതൊരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇന്നത്തെ ലെസൺ ഈ ഒരു കുഞ്ഞ് ഗ്രാമർ ടിപ്പ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇപ്പോൾ ഐ ആം ഇൻട്രസ്റ്റഡ്, ഷീ ഈസ് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്.